ബ്ലോഗർ ചിന്നു പാപ്പുവിന്റെ മരണത്തിൽ ആൺ സുഹൃത്തിന്റെ മൊഴിയെടുക്കും. ഇയാളെ സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി ഇരുവരും തമ്മിൽ പ്രശ്നമുണ്ടായിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ചിന്നുവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. ഷംന അശോക് വിശദാംശങ്ങളുമായി തത്സമയം ചേരുന്നുണ്ട്. ഷംന, ഗുഡ് മോർണിംഗ്. പോലീസിന്റെ പ്രാഥമികമായ പരിശോധനയിൽ അശോഭമായി ഒന്നും കണ്ടിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് നേരത്തെ കിട്ടിയ അപ്ഡേറ്റ്. എന്താണ് ഈ മരണത്തിന് പിന്നിലെന്നുള്ളതാണ് ഇതുവരെയുള്ള ബോധ്യം? ഗുഡ് മോർണിംഗ് പി ജി. ബ്ലോഗർ ചിന്നു പാപ്പുവിന്റെ മരണം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ആകെ സജീവമായി ചർച്ചയായിരുന്നു. പ്രത്യേകിച്ച് 2 ലക്ഷത്തിലധികം ഫോളോവർ ഉണ്ടായിരുന്ന ഒരു വ്ളോഗറാണ് ചിന്നു. മാത്രമല്ല കാസർഗോഡിന്റെ തനത് ഭാഷയിൽ സംസാരിച്ചുകൊണ്ട് ഏറ്റവും വേഗത്തിൽ ആളുകളിലേക്ക് എത്തിപ്പെട്ട ഒരു വ്ളോഗർ കൂടിയാണ് ചിന്നു. അത്രയും സന്തോഷത്തിലാണ് ചിന്നു എപ്പോഴും വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെയുള്ള ഒരാൾ എങ്ങനെ ആത്മഹത്യയിലേക്ക് പോയി എന്നുള്ള ചോദ്യം സോഷ്യൽ മീഡിയയിൽ പലതവണ ചിന്നുവിന്റെ ഫോളോവേഴ്സ് ഉൾപ്പെടെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. ഇന്നലെ ഈ സംഭവത്തിന് ശേഷം പോലീസ് പറഞ്ഞത് അതിലൊരു അസ്വാഭാവികത ഇല്ല എന്നുള്ളതാണ്. പക്ഷേ ഇന്നലെ രാത്രി മാധ്യമങ്ങളെ കണ്ടതിന് ശേഷം ചിന്നുവിന്റെ അച്ഛനും മറ്റു കുടുംബാംഗങ്ങളും പറഞ്ഞത് ചിന്നു ഇപ്പോൾ താമസിച്ചുകൊണ്ടിരുന്നത് ഒരു ആൺ സുഹൃത്തിനോടൊപ്പമായിരുന്നു. ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഏതായാലും ഇന്നലെ ഇവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രാഥമികമായി കുടുംബത്തിന്റെ. അതിനുശേഷമാണ് ഈ ആൺ സുഹൃത്തിനെ ഇന്നലെ രാത്രി പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുള്ളത്. ഇപ്പോൾ നിലവിൽ ഈ ആൺ സുഹൃത്ത് പോലീസ് സ്റ്റേഷനിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് CA ഉൾപ്പെടെയുള്ളവർ അറിയിക്കുന്നത്. ആൺ സുഹൃത്തിനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. അതിനുശേഷമായിരിക്കും കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കുക. ഇരുവരും തമ്മിൽ പ്രശ്നം ഉണ്ടായിരുന്നു എന്നുള്ളത് കുടുംബം പറയുന്നതാണ്. അത്തരത്തിലുള്ള സൂചന ചിന്നു നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് ചിന്നുവിന്റെ അച്ഛൻ പറയുന്നത്. പക്ഷേ അക്കാര്യത്തിൽ പോലീസിന് വിശദമായി തന്നെ ഈ ആൺ സുഹൃത്തിന്റെ കൂടി മൊഴി രേഖപ്പെടുത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ച് ആത്മഹത്യാക്കുറിപ്പൊന്നും ഈ പറയുന്ന മുറിയിൽ നിന്ന് കണ്ടുകിട്ടിയിട്ടില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കാൻ പോകുന്നതേ ഉള്ളൂ. അല്പസമയത്തിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷമായിരിക്കും മരണത്തിൽ എന്തെങ്കിലും അസ്വാഭാവികത ഉണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ വ്യക്തത വരിക. ഏതായാലും ചിന്നുവിന്റെ മരണം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ സജീവ ചർച്ചയായിരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ചിന്നു വളരെ സന്തോഷത്തിലാണ് വ്ളോഗുകളിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നത്. PG.